ശ്രീ അജിത് വണ്ണിയൂർ. ബംഗാളിലെ വിശേഷങ്ങളിൽ നിന്നിപ്പോൾ കേരളത്തിലെ വിശേഷങ്ങളിലേക്ക് നമ്മുടെ മാധ്യമങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ബംഗാളിൽ എന്ത് ആണ് ഇപ്പോൾ സംഭവിച്ചത്? 10 ദിവസമായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ട് ഈ 10 ദിവസത്തിനകം ശ്രദ്ധേയമായ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ? അവ നടപ്പാക്കിയിട്ടുണ്ടോ? എന്താണ് സുവേന്ദുവിൻ്റെ ഈ പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്നൊക്കെ പറയും, അങ്ങനെ എന്തെങ്കിലും നടപടികൾ വല്ലതും ആണോ, അതോ സ്ഥായിയായിട്ടുള്ള നിലപാടുകളും തീരുമാനങ്ങളുമാണോ? സുവേന്ദു അധികാരി ചുമതലയെടുത്തിട്ട് ഒരു 10 ദിവസത്തിനുള്ളിൽ നടപ്പാക്കിയ അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒപ്പിട്ടിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഇപ്പം വളരെ ശക്തമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ വിവാദപരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ഡിസിഷൻ എന്ന് പറയുന്നത് വളരെ വർഷങ്ങളായിട്ട് BJP പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അതിർത്തികളിലുടനീളം വേലി കെട്ടുന്നതിനുള്ള ഈ ബംഗാളിൻ്റെ അതിർത്തിയിൽ അവിടെ 3 അതിർത്തികളാണുള്ളത്: ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ. അപ്പോൾ അത് ബംഗ്ലാദേശ് അതിർത്തി തന്നെ പിന്നെ വേലി കെട്ടാനായിട്ട് അവിടെ മതിൽ കെട്ടാൻ BSF പലതവണ ആവശ്യപ്പെട്ടിട്ടും ഭൂമി കൊടുക്കാതിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പല കാരണങ്ങൾ പറഞ്ഞിട്ടാണ് കൊടുക്കാതിരുന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് അതുവഴിയാണ് ഏറ്റവും വലിയ കള്ളക്കടത്തും കാലിക്കടത്തും മനുഷ്യക്കടത്തും നടന്നുകൊണ്ടിരുന്നത്. വോട്ടർമാരുടെ കടത്തും അത് ജ്യോതി ബസുവിൻ്റെ കാലം മുതൽ, LDFൻ്റെ കാലം മുതൽ തുടങ്ങിയതാണ്. അവിടുന്ന് ആളുകളെ കൊണ്ടുവരിക, ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കുക, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക, റേഷൻ കാർഡ് കൊടുക്കുക, എന്നിട്ട് അവരുടെ ഒരു വോട്ട് ബാങ്കാക്കി മാറ്റുക എന്ന് പറയുന്നത്. അത് തൃണമൂൽ വന്നപ്പോൾ അവരത് ഏറ്റെടുത്തു. അതേപടി തന്നെ അവർ ഏറ്റെടുത്തു. അവർ കുറച്ചുകൂടെ ശക്തമാക്കിയത്, കൂടുതൽ ആളുകളെ കൊണ്ടുവന്നു. പക്ഷെ അതിൽ അവർ കുറച്ചുകൂടെ ശ്രദ്ധിച്ചത്, അവരെ മറ്റത് പാർട്ടിയുടെ വോട്ട് ബാങ്ക് ആക്കാൻ ശ്രമിച്ചുവെങ്കിൽ ഇവരെ മുസ്ലിമാക്കി തന്നെ നിർത്തി മുസ്ലിം മതപ്രീണനത്തോടെ, വർഗീയ പ്രീണനത്തോടെ അവരെ അടുപ്പിച്ച് നിർത്താനായിട്ട് അവരിൽ തന്നെ അവരുടെ ഒരു വർഗീയ ബോധം കൂടുതൽ ഉറപ്പിച്ച് അവരെ കൂടുതൽ അടുപ്പിച്ച് നിർത്തുക എന്ന് പറയുന്നൊരു സംവിധാനമാണ് ചെയ്തുകൊണ്ടിരുന്നത്. കൂടുതലും ക്രിമിനൽസ് ആണല്ലേ? ക്രിമിനൽ അത് അവർ തന്നെ ചെയ്താണ്. അവരെ ഗുണ്ടാപ്പണിക്കൊക്കെ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവരിൽ പലരും, ഒരു കാര്യം കൂടി, കേരളത്തിൻ്റെ മാത്രം ഫോക്കസിൽ നോക്കുമ്പോൾ അവരിൽ പലരും കേരളത്തിലേക്കും കുടിയേറിയിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, മറ്റ് അയൽ സംസ്ഥാനങ്ങളിലേക്കൊക്കെ കയറിയിട്ടുണ്ട്. ജാർഖണ്ഡിലുണ്ട്, ബീഹാറിലുണ്ട്, ആസാമിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കയറിയിട്ടുണ്ട്. ഏതാണ്ട് 6 കോടിയോളം ആളുകൾ ഈ പല സ്ഥലങ്ങളിലായിട്ട് കയറിയിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അത് ആ വേലി കിട്ടാനുള്ള സ്ഥലം അനുവദിച്ചു കൊടുക്കാനായിട്ട് ഉത്തരവിട്ടു. 45 ദിവസത്തിനകത്ത് അത് പൂർത്തിയാക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ വേലി നിർമ്മാണം 45 ദിവസത്തിനകത്ത് തുടങ്ങും. ഈ അപ്പോൾ സ്ഥലമെടുപ്പിൻ്റെ പരിപാടി കഴിഞ്ഞു. സ്ഥലമെടുപ്പിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റവന്യൂ അതിനുവേണ്ടി പ്രത്യേകം ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കി സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. BSFും അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും കൂടി ചേർന്നിട്ട് ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കിയിട്ട് അത് ചെയ്യുന്നുണ്ട്. വേലി കെട്ടാനുള്ള സ്ഥലം കിട്ടിയിട്ട് ശരിയായിട്ടുണ്ട്. ഓക്കെ. രണ്ടാമത്തെ ഒന്ന്, നമ്മുടെ ഈ പൊതുനിരത്തുകളിൽ അവിടെ സാധാരണ നില കാണുന്നതാണ്. വെള്ളിയാഴ്ചകളിൽ പൊതുനിരത്തുകളിൽ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള നിസ്കാരങ്ങൾ, അത് ഒഴിവാക്കണം എന്നുള്ളതൊരു ദീർഘകാലമായിട്ടുള്ള അവിടുത്തെ സാധാരണ ജനങ്ങളുടെ, സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു. അത് നിലവിൽ അവർ ഓർഡർ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്താണ്, ഓർഡിനൻസ് ആണോ അതോ നിയമമാണോ? അത് ഗവൺമെന്റിന്റെ കർശനമായ ഡയറക്ഷൻ. ഓർഡിനൻസിന്റെ ആവശ്യമില്ല, പറഞ്ഞൊരു നിയമമല്ലല്ലോ. അതൊരു നിയമമല്ല, അതൊരു ക്രമസമാധാന പ്രശ്നത്തിന്റെ ഭാഗമാണ്. റോഡ് ബ്ലോക്ക് ചെയ്യാണ്, സാധാരണ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന രീതിയിലുള്ള. അപ്പോൾ അത് നടപ്പിലാക്കാനുള്ള ഓർഡർ ഇട്ടു. നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അതനുസരിച്ച് അതിൽ കുറേ അധികം പ്രതിഷേധം വന്നിട്ടുണ്ട്. അവർ സാധാരണയായിട്ട് ഇത്തരം പ്രതിഷേധങ്ങൾ ചെയ്യുന്ന കല്ലേറ് നടത്തിയിട്ടുണ്ട്. കല്ലേറിനെതിരെ ലാത്തിച്ചാർജ് നടക്കുന്നുണ്ട്. തീവയ്പും നടത്താറുണ്ട്. അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അത് നടന്നിട്ടില്ല. കല്ലേറ് വരെ നടന്നിട്ടുണ്ട്. അവർക്കെതിരെ കർശനമായ കേസുകൾ ഇടുകയും അതൊരു ഇനിയൊരു ക്രമസമാധാന പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് കാണുന്ന മറ്റൊരു കാര്യം, കോൺഗ്രസും ഒക്കെ കൂടി, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി അവരുടെ പക്ഷം ചേരുകയും അത് മുസ്ലിം വിരോധമാണ്
ഇസ്ലാമോ ഫോബിയയാണ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള മുതലെടുപ്പിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ കോൺഗ്രസും CPM-ഉം ഈ കാര്യത്തിൽ നിശബ്ദത പാലിക്കുകയാണ്. വെരി ഗുഡ്. ഓക്കെ. അവർ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് പാർട്ടി എന്നുള്ള നിലയിൽ അവരില്ല. ഓക്കെ. അതൊരു സൂചന ഞാൻ ശുഭസൂചനയാണ്. അതെ, അത് അവർക്ക് ഈ തൃണമൂൽ ഒഴിയുക എന്ന് പറയുന്നതാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ പ്രധാന ആവശ്യം. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ അവർ നിശബ്ദമായിട്ട് ആണ് പ്രവർത്തിക്കുന്നത്. അധികം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മറ്റൊന്ന്, നിസ്കാരങ്ങൾ അതുപോലെ ഇപ്പോഴും നടക്കുന്നുണ്ടോ അതോ ഇപ്പം നിന്നോ? എങ്ങനെയാണ്? റോഡിലുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്, ബാക്കി എവിടെ വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളൂ, പള്ളിയിൽ വേണമെങ്കിൽ ചെയ്യാം, റോഡുകളിൽ നിന്നു എന്നല്ല, അത് ചില സ്ഥലങ്ങളിൽ അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്, അതിനെതിരെ പോലീസിന്റെ നടപടിയുണ്ട്, അതിന്റെ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. മറ്റൊന്ന്, ഈ മതപ്രീണനത്തിന് ലക്ഷ്യമാക്കിയിട്ട് തൃണമൂൽ കോൺഗ്രസ് ചെയ്ത അല്ലെങ്കിൽ മമതാ ബാനർജി നടപ്പാക്കിയ 2-3 ക്ഷേമ പരിപാടികളുണ്ട്. അതായത് മദ്രസ അധ്യാപകർ, പള്ളിയിലെ പുരോഹിതന്മാർ, അത് വളരെ ശക്തമായി വരികയും കോടതിയിൽ കേസ് പോവുകയും ചെയ്തപ്പോൾ ഹിന്ദു പുരോഹിതന്മാർക്ക് നാമമാത്രമായിട്ടുള്ള ഒരു അലവൻസ് കൊടുത്തിട്ട് അങ്ങനെ ഒരു മതപ്രീണനത്തിന് നടത്തിയ ആ മതാടിസ്ഥാനത്തിലുള്ള ക്ഷേമ പദ്ധതികൾ മുഴുവൻ റദ്ദാക്കിക്കൊണ്ടുള്ളതാണ് എല്ലാ മതങ്ങളും മറ്റൊരു തീരുമാനം. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. ഇനി മറ്റൊരു പ്രധാന തീരുമാനം, കേരളത്തിൽ VD സതീശൻ ഇത് തന്നെ ചെയ്തല്ലോ. മദ്രസയും ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം അത് മുഴുവൻ ഇല്ലാതാക്കി. ആദ്യത്തെ ദിവസം തന്നെ കേരളത്തിലും നടന്നത് ഒരു പുരോഗമനാത്മകമായ നടപടിയാണ്. മതവിരുദ്ധ ബംഗാളിൽ സംഭവിച്ചത് വേറൊന്നാണ്. അതായത് ഈ അവർക്ക് നേരിട്ട് ഗവൺമെന്റിൽ നിന്ന് 3000 രൂപ പ്രതിമാസം ശമ്പളം കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിനെതിരെ അവിടെ BJP-യും പിന്നെ മറ്റ് സന്നദ്ധ സംഘടനകളും കോടതിയിൽ പോയി. കോടതി അത് മരവിപ്പിച്ചു, സ്റ്റേ ചെയ്തു. ഹിന്ദു മത പുരോഹിതന്മാർക്ക് കൊടുക്കുന്ന ഈ 3000 രൂപയ്ക്കെതിരെ BJP 3000 അല്ല, അത് 1500 മറ്റവർക്ക് 3000 ആയിരുന്നു. ഇത് വളരെ കുറച്ച് നാമമാത്രമായ ആളുകൾക്കാണ്, ഹിന്ദു പുരോഹിതന്മാർക്ക്. ഓക്കെ. ആദ്യം ഈ മുസ്ലിം പുരോഹിതർക്കും മദ്രസ അധ്യാപകർക്കും ഇത് കൊടുക്കുന്ന സ്റ്റേജ് വന്നപ്പോൾ ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തു. സ്റ്റേ ചെയ്തപ്പോൾ അവർ ചെയ്തത് ഇത് വഖഫ് ബോർഡ് വഴി കൊടുക്കാൻ, ഗവൺമെന്റ് നേരിട്ട് കൊടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വന്നപ്പോൾ ആ തുക വഖഫ് ബോർഡ് വഴി കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തു. ഓക്കെ. അപ്പം അതും ഇപ്പം റദ്ദ് ചെയ്തിരിക്കുകയാണ്. മറ്റൊന്ന്, OBC ലിസ്റ്റ് അത് പരിഷ്കരിച്ചുകൊണ്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അതായത് 77 OBC വിഭാഗങ്ങളെ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മമതാ ബാനർജി കൂട്ടിച്ചേർക്കുകയുണ്ടായി. 77. അതിൽ 75 മുസ്ലിം കമ്മ്യൂണിറ്റീസാണ്. ചെറിയ മുസ്ലിം കമ്മ്യൂണിറ്റീസിനെ അതിനകത്ത് ഉൾപ്പെടുത്തി. അപ്പോൾ അതിനെതിരെയും നിയമയുദ്ധം നടക്കുന്നുണ്ട്. അതിനെതിരെ അത് പിന്നെ ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തു. ഹൈക്കോടതിയിൽ കേസ് പോയി. ഹൈക്കോടതി സ്റ്റേ ചെയ്തപ്പോൾ സുപ്രീം കോടതിയിൽ മമതാ ബാനർജി അതിനെതിരെ ഹർജി പോയി. ഇപ്പോൾ സുവേന്ദു സർക്കാരിൻ്റെ തീരുമാനങ്ങളിലൊന്ന് സുപ്രീം കോടതിയിലുള്ള ഹർജി പിൻവലിക്കുക എന്നുള്ളതാണ്. സുപ്രീം കോടതിയിൽ എന്ന് വെച്ചാൽ ഹൈക്കോടതി വിധി അംഗീകരിക്കുന്നു, അത് റദ്ദ് ചെയ്യുന്നു, അത് പുനഃപരിശോധിക്കുന്നു. ഈ OBC പട്ടിക പുനഃപരിശോധിക്കാനുള്ള ഒരു തീരുമാനമാണ്. അതൊരു പ്രീണന യുഗത്തിൻ്റെ അന്ത്യം എന്ന് പറഞ്ഞിട്ടാണ് സുവേന്ദു ആ പ്രഖ്യാപനം നടത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ OBC വിഭാഗത്തിൽ ഇങ്ങനെ ആളുകളെ കയറ്റി വിട്ട് ഈ എല്ലാ ആനുകൂല്യങ്ങളും SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മുഴുവൻ ഒരു സമുദായത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു അവിടെ ഉണ്ടായിരുന്നുള്ള ആരോപണം. അത് ഈ ഇലക്ഷനെയും ബാധിച്ചു. നമ്മുടെ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് ഫലത്തെയും അത് ഒരു പരിധിവരെ ബാധിച്ചു. അത് കാരണം വെച്ചാൽ SC/ST വോട്ടുകൾ കൂടുതലും BJP-ക്ക് അനുകൂലമായിട്ട് അത് വരാനായിട്ട് ഇടയാക്കി. അതാണ് അതിനകത്തുണ്ടായ ഒന്ന്. മറ്റൊന്ന്, ഈ പൊതുസ്ഥലത്ത് വെച്ച് ഈ മൃഗങ്ങളെ കൊല്ലുന്ന രീതി അവിടെ ഉണ്ടായിരുന്നു. പബ്ലിക്കായിട്ടാണ് അവിടെ വെച്ചിട്ട് ഇറച്ചി വെട്ടുന്നതിന് നമ്മുടെ തവനൂരിൽ നടന്നതുപോലെ ആചാരങ്ങളുടെ ഭാഗമായിട്ടും പിന്നെ ബലിപ്പെരുന്നാൾ വരികയാണ് ഉടനെ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടും പരസ്യമായിട്ട് പൊതുസ്ഥലത്ത് വെച്ച് അത് കശാപ്പ് ശാലകളിൽ വെച്ച് കൊല്ലാനാണ് നിയമം പറയുന്നത്. അതിന് വിരുദ്ധമായിട്ട് പൊതുസ്ഥലത്ത് വെച്ച് മൃഗങ്ങളെ കൊല്ലുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവുണ്ടായിട്ടുണ്ട്. വളരെ ആവശ്യമുള്ള ഒന്നാണ്.
അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട അനുകൂലമായിട്ടുള്ള അവിടെ ഒരു അനുകൂല തരംഗം ഉണ്ടായിട്ടുള്ള അത് ഈ ഫാൽത്ത ബൈപോളിങ്ങിനെ വരെ അത് സ്വാധീനിക്കും എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നൊന്ന് ഈ അനധികൃത കെട്ടിടങ്ങൾ, അനധികൃതമായിട്ടുണ്ടാക്കിയിട്ടുള്ള കെട്ടിടങ്ങൾ, അത് ഏതാണെങ്കിലും ശരി, അത് പാർട്ടി ഓഫീസുകളോ പള്ളികളോ ക്ഷേത്രങ്ങളോ ഏതാണെങ്കിലും അത് പൊളിച്ചു നീക്കാനായിട്ട് നഗരസഭകളുമായിട്ട് ചേർന്ന് സ്കീം ഉണ്ടാക്കിയിട്ടുണ്ട്. നഗരസഭകളുമായിട്ടും പിന്നെ പൊതുമരാമത്ത് വകുപ്പുമായിട്ട് ചേർന്നിട്ട്. അതാണ് ഒരു പ്രധാന ഘടകങ്ങൾ. ഓക്കെ. ഇനി അവസാനമായിട്ട് ഡബിൾ എഞ്ചിൻ്റെ വല്ല എഫക്റ്റീവ് ഇപ്പോൾ കിട്ടി തുടങ്ങി കേന്ദ്രത്തിൻ്റെ എന്തെങ്കിലും? ഇതിന് പുറമെ ഉണ്ടായിട്ടുള്ള രണ്ട് ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ അന്നപൂർണ എന്ന് പറഞ്ഞിട്ട് അത് അല്പം വിവാദമായിട്ടുള്ള കാര്യമാണ്. പ്രതിമാസം 3000 കേന്ദ്രത്തിൻ്റെ ഇവിടെ കൊടുക്കുന്നതാണ്. സ്ത്രീകൾക്ക് 3000 രൂപ വീതം പ്രതിമാസം. അത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഉൾപ്പെട്ടതാണ്. കേരളത്തിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് കേരളത്തിലും ഉണ്ടായതെന്ന് എനിക്ക് തോന്നാം. 3000 രൂപ അപ്പോൾ 3000 രൂപ അന്നപൂർണ അത് സാങ്ഷൻ ചെയ്തുകൊണ്ടുള്ള നടപ്പായി, അതല്ലേ നടപ്പാക്കി. ഓക്കെ. ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ. പിന്നെ സൗജന്യ യാത്ര, സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര, സർക്കാരിൻ്റെ ട്രാൻസ്പോർട്ട് സംവിധാനത്തിൽ സൗജന്യ യാത്ര അത് ഇപ്പോൾ നടപ്പായി കഴിഞ്ഞോ? അത് നടപ്പാക്കി കഴിഞ്ഞു. വെരി ഗുഡ്. 10 ദിവസത്തിനകം മറ്റേ പറഞ്ഞിരിക്കുന്ന അവധി ചോദിച്ചിരിക്കുക ജൂൺ 26 വരെ കേരളത്തിൽ. അതവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള തീരുമാനമായി. പിന്നെ ഈ കേന്ദ്ര പദ്ധതികൾ, അതായത് മമതാ സർക്കാർ കേന്ദ്രവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കാതിരുന്ന എല്ലാ പദ്ധതികളും, അത് നമ്മുടെ സ്കൂളുകളുടെ PM ശ്രീ പദ്ധതി, അതുപോലെ ആയുഷ്മാൻ ഭാരത് ആ പദ്ധതി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏതെല്ലാം സ്കീമുകളാണോ സ്റ്റേറ്റ് നടത്താതിരുന്നത് അതെല്ലാം എഗ്രിമെൻ്റ് ഒപ്പിടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന ഡിസിഷൻ എന്ന് പറയുന്നത്, ഈ അവിടുത്തെ IASകാർക്കും IPSകാർക്കും കേന്ദ്ര പരിശീലനം അത് നേരത്തെ അവർ തടഞ്ഞിരുന്നു. കേന്ദ്രത്തിൻ്റെ പരിശീലനത്തിലേക്ക് ഇവർ വിടുന്നില്ലായിരുന്നു. അത് കേന്ദ്ര പരിശീലനം നിർബന്ധമാക്കാനായിട്ട് തീരുമാനിച്ചു. അതുപോലെ സെൻസസിൻ്റെ നടപടികൾ ഏറ്റെടുത്ത് നടപ്പാക്കാനുള്ള തീരുമാനം അവർ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ അവിടെ വിവാദമായിട്ടുള്ള രണ്ട് കാര്യം എന്ന് വെച്ചാൽ ഈ ഫ്രീ ബീസ്, സൗജന്യങ്ങൾ നൽകുന്ന ഘടകങ്ങളാണ്. ഈ സ്ത്രീകൾക്കുള്ള 3000 രൂപ സൗജന്യ ബസ് യാത്ര സ്ത്രീകൾക്ക് മാത്രമാണല്ലോ. അതെ. ഓക്കെ. ഇങ്ങനെ ലോക്കൽ ബസ്സുകളിൽ മാത്രമാണോ അറിയാമത്? കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത ഉണ്ടാക്കുന്ന സർക്കാർ ബസ്സുകളിൽ മാത്രമാണ് ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ്. അത് ഇതിൻ്റെ എക്കോണമി എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് അവിടുത്തെ അല്ല, ഈ സർക്കാർ ബസ്സിൽ തന്നെ ലോക്കൽ ബസ്സുകളിലാണോ അതോ ദീർഘദൂര ബസ്സുകളാണോ? കേരളം അതിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ വേണമെന്ന്. അവിടെ അങ്ങനെ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. ഇത് നടപ്പാക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് മാത്രമാണ് വന്നിട്ടുള്ളൂ. അതിൻ്റെ ഡേറ്റ് ഒന്നും ഇപ്പോൾ തന്നെ ആൾറെഡി സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ ഓർഡർ ഇട്ട് കഴിഞ്ഞു. അതിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നടക്കും. അപ്പോൾ അവിടെയും ഈ പറഞ്ഞതുപോലെ ഈ മെയിൽ ഫീമെയിൽ പ്രത്യേകം ടിക്കറ്റിംഗ് സംവിധാനമൊക്കെ വേണ്ടി വരും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ അത് വേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പ്രോസസ്സ് നടക്കുകയാണ്. എന്തായാലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ അവരുടെ പ്രഖ്യാപനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പലതും കോൺട്രവേഴ്സ്യലാണ്. പക്ഷെ അത് നടപ്പാക്കാനുള്ള നടപടി ആരംഭിച്ചു. ഏറ്റവും അവർ പ്രാധാന്യം നൽകുന്നത് അവിടുത്തെ ക്രമസമാധാന നില പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. കാരണം ഏത് തരത്തിലുള്ള പുരോഗതി, വ്യവസായ രംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ആരോഗ്യരംഗത്താണെങ്കിലും ആ ഒരു സുസ്ഥിരമായ ഒരു വികസനം അവിടെ ഉണ്ടാകണമെങ്കിൽ, ഒരു ഭാവി ഉണ്ടാകണമെങ്കിൽ ക്രമസമാധാന നില പുനഃസ്ഥാപിക്കുക, സാധാരണ നിലയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് തീർച്ചയായും മാറിയിട്ടുണ്ട്.